ശ്രീ PS സഞ്ജീവ്, നിങ്ങൾക്ക് ദേശവിരുദ്ധ ഇലമെന്റുമായി ചേർന്ന് ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനാണോ സമരം? നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത്? ആദ്യം ABVP ഇറങ്ങിയില്ലേ? അന്ന് നിങ്ങളൊക്കെ എവിടെയായിരുന്നു? മാത്രമല്ല, ഈ വിദ്യാർത്ഥികളുടെ ആശങ്കകളെല്ലാം പരിഹരിച്ചതിന് ശേഷം എന്തിനാണ് ഈ സമരം? ഇതാണ് ചോദ്യം. ഒന്ന്, ഈ രാജ്യസ്നേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഇവരിങ്ങനെ അടിച്ചടിച്ച് വെക്കുന്നുണ്ട് നമുക്കൊക്കെ തരാൻ. കാരണം ഇവരാണല്ലോ ഈ രാജ്യത്തെ കൊണ്ടു കിടക്കുന്ന തറവാട്ട് സ്വത്ത് മൊത്തം ഇവരുടെ കയ്യിലാണല്ലോ. ഇവരാണല്ലോ ഈ രാജ്യത്തിൻ്റെ പൂർവികന്മാർ. ഇവരാണല്ലോ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരകാലത്ത് ഗാന്ധിജിയെ ചെറുതായി ഒന്ന് വെടിവെച്ച് കൊന്നത്. ഇവരാണല്ലോ ഈ രാജ്യത്ത് ബ്രിട്ടൻ്റെ പാദസേവ ചെയ്തത്. മാപ്പെഴുതി കൊടുത്ത് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാപ്രസ്ഥാനമേ, നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്തായി പോയേനെ. അതുകൊണ്ട് നിങ്ങളുടെ ഈ കള്ളമൊക്കെ വേറെ എവിടെയും കൊണ്ടുപോയി ചിലവാക്കണം. നിങ്ങൾ ഈ 3-ാം തീയതി നീറ്റ് അട്ടിമറി പരീക്ഷ നടത്തി, പിറ്റേ ദിവസം തൊട്ട് ആശങ്ക വന്നു, പിന്നീട് സമരങ്ങളുണ്ടായി. ആ സമരങ്ങളുടെ പശ്ചാത്തലം എടുത്ത് പരിശോധിക്കുമ്പോൾ നിങ്ങൾ NTA ഇത് തിരിച്ചുവിട്ട് സർക്കാരെ രക്ഷിക്കാനാണ്, പ്രത്യേകിച്ച് ധർമ്മേന്ദ്ര പ്രധാനെയും അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് NDAയും രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു നിങ്ങൾ ഈ പണിയെടുത്തത്. ശരിയാണ്, നിങ്ങൾ അന്ന് പ്രകടനം നടത്തി. പക്ഷെ ആ പ്രകടനം നടത്തിയതിൻ്റെ ആദ്യത്തെ പ്രകടനം നടന്നത് തിരുവനന്തപുരത്താണ്. ആ കേരളത്തിൽ നടന്ന പ്രകടനം, ആ തിരുവനന്തപുരത്തെ പ്രകടനത്തെ മുന്നിൽ നിന്ന് നയിച്ച ആളാണ് ഞാൻ. ആ പ്രകടനത്തിൻ്റെ ഭാഗമായി ഞങ്ങളുടെ സഖാക്കൾ ജയിലിൽ പോയി. അന്ന് കേരളത്തിൽ മന്ത്രിമാരെ തീരുമാനിക്കുന്നതിനും മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതിനും പ്രശ്നം ഉണ്ടായതിൻ്റെ ഭാഗമായി അന്ന് പോലീസ് ആക്ഷനുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളന്ന് നിലനിൽക്കുന്നുണ്ടായിരുന്നു. അന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലം ഇതാണ്. അന്ന് ABVP എങ്ങോട്ടേക്കാണ് മാർച്ച് ചെയ്തതെന്നെങ്കിലും ഒന്ന് ഗൂഗിൾ പറയണം. നിങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് എവിടെയോ മാർച്ച് ചെയ്തു എന്നാണൊക്കെയാണ് പറയുന്നത്. കേരളത്തിലെ ABVP എവിടെയായിരുന്നു എന്നുള്ളത് ഗൂഗിളിന് പറയാൻ ഉത്തരവാദിത്വം ഉണ്ടെന്ന് തോന്നുന്നു. അതോടൊപ്പം ഇവിടെ പറഞ്ഞൊരു കാര്യമാണ്, NTA-ക്കെതിരെയുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. NTA-ക്കെതിരെയാണ് ഇത് മൊത്തം നിൽക്കുന്നത്. ഗൂഗിൾ മനസ്സിലാക്കേണ്ടത് NTA രൂപീകരിച്ചതാരാ? NTA ആരാണ് രൂപീകരിച്ചത്? NTA രൂപീകരിച്ചത് നിങ്ങളുടെ സർക്കാരല്ലേ? NTA രൂപീകരിച്ചത് UPA സർക്കാരാണോ? ടെസ്റ്റിംഗ് ഏജൻസിയിലേക്ക് ഈ പരീക്ഷ എത്തിച്ചതാരാ? നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ ഈ പരീക്ഷയിലേക്ക് എത്തിച്ചതാരാ? അതും നിങ്ങളുടെ സർക്കാരല്ലേ? വ്യത്യസ്ത സംസ്ഥാനങ്ങളുടെ കീഴിലുണ്ടായിരുന്ന ഈ പരീക്ഷയെ ഇങ്ങനെ ആക്കിയതാരാ? അത് BJP സർക്കാരല്ലേ? അല്ലേ? തമിഴ്നാട് സർക്കാരും തമിഴ്നാട് ഗവൺമെൻറ്റും തമിഴ്നാട്ടിലെ ജനതയും ഇപ്പോഴും ഇതിനെ ശക്തമായി എതിർക്കുകയല്ലേ? കേരളം പോലുള്ള സംസ്ഥാനം അതിൻ്റെ ആശങ്ക അന്ന് തൊട്ടേ അറിയിച്ചില്ലേ? നിങ്ങൾക്ക് ഈ പരീക്ഷ നടത്താൻ കഴിയുന്നുണ്ടോ? നേരാൻ വണ്ണത്തിൽ പരീക്ഷ നടത്താൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഈ പരീക്ഷ റദ്ദാക്കി കളഞ്ഞത് അല്ലെങ്കിൽ റദ്ദാക്കുന്നതിൻ്റെ പേരിലുള്ള ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായത് NTA-യുടെ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് നടത്തിയത്. ആ ഉദ്യോഗസ്ഥ വൃന്ദത്തെ അറസ്റ്റ് ചെയ്ത് CBI അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കിയത് എന്താ? യുവമോർച്ചയുടെ നേതാവാണ്, രാജസ്ഥാനിലെ യുവമോർച്ചയുടെ നേതാവാണ് ചോദ്യപേപ്പർ ചോർച്ച നടത്തിയിട്ടുള്ളത്. പിന്നെ ഇത് പുറത്തുവിട്ടത് NTA അല്ല, പുറത്തുവിട്ടത് ടെലഗ്രാം എന്ന ആപ്പാണ്. ടെലഗ്രാം എന്ന ആപ്പിൽ ക്വസ്റ്റ്യൻ പേപ്പർ വന്നപ്പോൾ കുട്ടികൾ തിരിച്ചറിഞ്ഞ് റിപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ് പുറത്തു വന്നത്. അല്ലാതെ യുവരാജ് പറയുന്നത് പോലെ കള്ളല്ല, കള്ളം പറയരുത്. നിങ്ങളെ NTA ഒന്നല്ല ഇത് പുറത്തുവിട്ടത് ടെലഗ്രാമിലൂടെ പുറത്തു വന്നുകൊണ്ടാണ്. അല്ലാതെ നിങ്ങളാരും വന്നിട്ട് അയ്യോ ഞങ്ങൾ പേപ്പർ ലീക്ക് ചെയ്തതെന്നും പറഞ്ഞു എന്നല്ല. പേപ്പർ ലീക്ക് ചെയ്ത NTA-യാണ്. ഇതെന്താണ് ഈ പറയുന്നത്? ഒരു സ്ഥലത്ത് വന്നിരുന്ന് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത്? അതുമാത്രമാണോ? 13 പ്രതികളിൽ രാജസ്ഥാനിലെ ഈ പറഞ്ഞ യുവമോർച്ച നേതാവില്ലേ, അത് നിരാകരിക്കാൻ ഈ പറഞ്ഞ ഗൂഗിളിന് പറ്റുമോ? ഗൂഗിളിന് ആ നിലപാടുണ്ടോ? അതോടൊപ്പം 22 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു രാജ്യത്ത്. അതിലൊരു കുട്ടി കേരളത്തിലെ ഐജ മഹേഷ്. ഈ കുട്ടികളുടെ ഈ പറഞ്ഞിട്ടുള്ള അവർക്ക് ഉണ്ടാവേണ്ട നഷ്ടപരിഹാരം, അതോടൊപ്പം അവരുടെ ഭാവി, അവരുടെ ജീവൻ, ഒരു വിദ്യാർത്ഥിയുടെ ഒരു കുട്ടിയുടെ ജീവൻ ഈ രാജ്യത്തിൻ്റെ സമ്പത്തല്ലേ? അത് നഷ്ടപ്പെടുന്ന വിധത്തിലേക്ക് ഒരു പരീക്ഷാ നടത്തിപ്പ് പോലും കൃത്യമായി നടത്താൻ കഴിയാത്ത ഒരു രാജ്യത്തെ സർക്കാരായി നമ്മുടെ സർക്കാർ മാറുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതല്ലേ? അത് ആദ്യമായിട്ടാണെങ്കിൽ പ്രശ്നമില്ല. കഴിഞ്ഞ ഈ പറഞ്ഞ സർക്കാർ, നരേന്ദ്രമോദിയുടെ സർക്കാർ, നിങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 152 പേപ്പർ ലീക്കാണ് രാജ്യത്ത് നടന്നത്. 152. അതിൽ നീറ്റ് പെടും, നെറ്റ് പെടും. ഇനി പോട്ടെ, CBSE, ഇത്തവണത്തെ CBSE പരീക്ഷ എന്തായിരുന്നു സ്ഥിതി? ഗൂഗിൾ പറയൂ. CBSE പരീക്ഷയുടെ റിസൾട്ട് ഇപ്പോഴും ആശങ്കയിൽ നിലനിൽക്കുകയല്ലേ? പല കുട്ടികളും ഇപ്പോഴും പരാതിയിലല്ലേ? ഓൺ സ്ക്രീൻ മാർക്കിംഗ് എന്ന അങ്ങേയറ്റ സംഘപരിവാറിന് അനുകൂലമായി, സംഘപരിവാറിന് ഈ പറഞ്ഞ അവരുടെ താല്പര്യങ്ങൾ നിലനിർത്താൻ വേണ്ടി CBSE-യിൽ കുറച്ച് അഴിമതി നടത്തണം. 800 കോടി രൂപയുടെ അഴിമതി നടത്താൻ വേണ്ടി ഒരു ആപ്പ് വെക്കണം. OSM നടപ്പിലാക്കുന്നതിന് വേണ്ടി കോമ്പാക്റ്റ് എന്ന ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിക്ക് നിങ്ങൾ എല്ലാ മാനദണ്ഡവും മറികടന്ന് പ്രൊജക്റ്റ് കൊടുത്തു. ആ കമ്പനി
കേരളത്തിലെ കണ്ണൂർ സർവകലാശാല ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. കേരളത്തിലെ കണ്ണൂർ സർവകലാശാലക്ക് ഫ്രോഡുലൻ്റ് ആയ ഒരു കമ്പനിയാണ് കോംപ്റ്റ് എന്ന് മനസ്സിലായെങ്കിൽ രാജ്യത്തെ CBSEക്ക് അത് മനസ്സിലായില്ലേ? കോടിക്കണക്കിന് രൂപയുടെ ടെൻഡർ കൊടുത്ത് നിങ്ങൾ പണം അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് എന്താ സംഭവിച്ചത്? CBSEയുടെ കുട്ടികൾ വഴിയാധാരല്ലേ? അവരിൽപ്പെട്ടവർ ആത്മഹത്യ ചെയ്തില്ലേ? ഇത് രാജ്യത്തെ പൊതുവിദ്യാഭ്യാസത്തെ ബാധിച്ചില്ലേ? എല്ലാം പോട്ടെ, രാജ്യത്ത് 90,000 പൊതുവിദ്യാലയങ്ങൾ മോദി ഭരണത്തിൽ പൂട്ടിയിട്ടുണ്ട്. എന്താ ഇദ്ദേഹത്തിന് പറയാനുള്ളത്? നിങ്ങൾ ABVPയുടെ നേതാവല്ലേ? രാജ്യത്തെ സുപ്രധാനമായ സംഘടനയുടെ നേതാവല്ലേ? 90,000 പൊതുവിദ്യാലയങ്ങൾ പൂട്ടിയിട്ടുണ്ട്. പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് സാധാരണക്കാരായ വിദ്യാർത്ഥികൾ പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് അതിന്മേലുള്ള നിലപാട്? 20 സ്റ്റാഫുകൾ മാത്രമുള്ള NTA കൊണ്ട്, സ്ഥിരം സ്റ്റാഫുകളായി 20 പേർ, അതും ഡെപ്യൂട്ടേഷനിലാണ് NTA പ്രവർത്തിക്കുന്നത്. അവരെ കൊണ്ട് എങ്ങനെയാണ് 23 ലക്ഷം പേര് വരുന്ന ഈ പരീക്ഷ നടപ്പിലാക്കുക? സ്വാഭാവിക യുക്തിയിൽ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവില്ല, അത് നടപ്പിലാക്കാൻ കഴിയില്ല. എന്തൊക്കെ ഫ്രിസ്കിംഗ് ആണ് നിങ്ങൾ നടത്താറ്? കേന്ദ്ര സർക്കാരിൻ്റെ റെഗുലേഷൻ പ്രകാരം അടിവസ്ത്രം വരെ ഊരിയിട്ടാണ് ഫ്രിസ്കിംഗ് നടത്തുക നീറ്റ് പരീക്ഷയിൽ കയറണമെങ്കിൽ. എന്നിട്ട് ചോദ്യപേപ്പർ ചോർത്തിയത് ഈ കുട്ടികളാണോ? പരീക്ഷ എഴുതിയ കുട്ടികളാണോ? ചോർത്തിയത് സംവിധാനമാണ്, ഭരണകൂടമാണ്, ഗവൺമെൻറ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മന്ത്രി ഉത്തരവാദിയാണ്. കാരണം സ്ഥിരമായിട്ട് ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാവുക. അപ്പോൾ മന്ത്രി ഉത്തരവാദിയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പറയുക മന്ത്രി ഉത്തരവാദിയല്ല, ഇപ്പോൾ സമരം നടത്തുന്നവരൊക്കെ ദേശദ്രോഹികളാണ്? ഇത് തന്നെയാണ് അന്ന് ബ്രിട്ടനും പറഞ്ഞത്. അന്ന് ബ്രിട്ടനും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങളും പറയുന്നു. നിങ്ങൾ ആരാണ് ഇതൊക്കെ തരാൻ? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും വാലിഡായ പോയിന്റ് ഉണ്ടോ? ഈ സമരം ചെയ്യുന്ന കുട്ടികൾ, ഇന്നലെ അവിടെ ഡൽഹി പോലീസ് കൈകാര്യം ചെയ്ത കുട്ടികളിൽ അവരുടെ കൈകളിൽ നീറ്റ് പരീക്ഷയുടെ ഈ പറഞ്ഞ അഡ്മിറ്റ് കാർഡ് ഉണ്ടായിരുന്നു. നീറ്റ് പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡുമായിട്ട് വന്ന കുട്ടി എന്താ? കുട്ടിയല്ലേ? അവരെന്താ പിന്നെ ചട്ടിയാണോ? നിങ്ങളൊക്കെ ഏത് ലോകത്താണ്? ABVP എന്നും പറഞ്ഞിട്ട് എന്തും വന്ന് ഇവിടെ വന്ന് എഴുന്നള്ളിക്കാന്നാണോ? കേരളമാണ്. നിങ്ങൾ ഈ പറഞ്ഞ അർണബ് ഗോസ്വാമി ഒന്നല്ല ഇവിടെ ഇരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ചോദ്യം ഉണ്ടാവും. തീർച്ചയായും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ വന്നിട്ടുള്ള കുട്ടികളെ അടിച്ചത്, ഇന്നലെ കേരളത്തിലെമ്പാടും ഇന്ത്യയിലെമ്പാടും എന്തുകൊണ്ടാണ് പ്രതിഷേധം ഉണ്ടായത്? നിങ്ങൾ എന്തിനാണ് ഇന്നലെ SFI വെച്ച ബോർഡ്, നരേന്ദ്രമോദിക്കെതിരെ വെച്ചിട്ടുള്ള തൃശ്ശൂരിൽ വെച്ചിട്ടുള്ള ഒരു ബോർഡ്, നിങ്ങൾ എന്തിനാണ് SFI വെച്ചിട്ടുള്ള ബോർഡ് നിങ്ങൾ എന്തിനാണ് അടിച്ചു പൊളിച്ചത്? നിങ്ങളുടെ അസഹിഷ്ണുതയല്ലേ? ഈ വിഷയത്തിലെ നിങ്ങളുടെ ഒളിച്ചുകളിയല്ലേ? ഈ നിമിഷം വരെയും നിങ്ങൾ ആ വിഷയത്തിൽ ഒരു പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് വന്നോ? വരണ്ട. നിങ്ങൾ ജന്തർമന്ത്രിലേക്ക് പോകണ്ട, വേറെ എവിടെയും പോകണ്ട. നിങ്ങൾക്ക് വിദ്യാർത്ഥികളോട് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നിങ്ങൾ സമരം ചെയ്യില്ലേ? കുട്ടികൾക്ക് വേണ്ടി സമരം ചെയ്യില്ലേ? നിങ്ങളൊരു സമരവും ചെയ്തില്ലല്ലോ. കാരണം എന്താ? നിങ്ങൾക്കറിയാം ഇതൊക്കെ അട്ടിമറിച്ചിട്ടുള്ളത് നിങ്ങളുടെ ഏമാമാർ തന്നെയാണെന്ന്. ആ ഏമാനെ സംരക്ഷിക്കാൻ എന്തായാലും നിങ്ങൾക്ക് കഴിയില്ല. ശക്തമായ സമരം തന്നെയാണ് ഞങ്ങൾ രാജ്യത്ത് സംഘടിപ്പിക്കുന്നത്. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാം. 6 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു യൂണിയൻ ബഡ്ജറ്റിൽ ഒരു യൂണിവേഴ്സിറ്റിക്ക് 77 കോടി ഈ രാജ്യത്തെ സർക്കാർ കൊടുത്തിട്ടുണ്ട്. ആ യൂണിവേഴ്സിറ്റിയുടെ പേര് ജിയോ യൂണിവേഴ്സിറ്റി എന്നാണ്. ആ യൂണിവേഴ്സിറ്റി എവിടെ? ഒരു കല്ല് പോലും വെച്ചിട്ടില്ല കേട്ടോ. ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കണം. ഈ രാജ്യത്തെ സർക്കാർ അങ്ങോട്ട് പണം കൊടുത്തു ഒരു യൂണിവേഴ്സിറ്റിക്ക് 77 കോടി രൂപ. ജിയോ യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റി എവിടെ? ആ യൂണിവേഴ്സിറ്റി പോലും സ്ഥാപിച്ചിട്ടില്ല. അപ്പോൾ എല്ലാം ഈ പറഞ്ഞ മോദി അദാനിക്കും അംബാനിക്കും സകലമാനം മുതലാളിമാർക്കും എഴുതി കൊടുത്തു. 90,000 സ്കൂളുകൾ പൂട്ടി. ഈ രാജ്യത്തെ UGCയെ തകർത്തു. ഈ രാജ്യത്തെ നെറ്റ് സംവിധാനത്തെ തകർത്തു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ തകർത്തു. നീറ്റിനെ തകർത്തു. CBSEയെ തകർത്തു. ഇതിനൊക്കെ തകർത്തു. കേന്ദ്ര സർവകലാശാലകളുടെ എൻട്രൻസ് എക്സാമിനേഷൻ CUET അതിനെ തകർത്തു. അതും ഇത്തവണ അട്ടിമറിക്കപ്പെട്ടു. ഇതൊക്കെ കഴിഞ്ഞിട്ട് പുതിയൊരു ബില്ല വികസിത് ഭാരത് ശിക്ഷ അഭിയാൻ. എന്താ പരിപാടി? എല്ലാ സ്ഥാപനങ്ങളെയും, ഇപ്പോൾ ഈ UGC നീറ്റിൻ്റെ പരീക്ഷ നടത്തുന്ന NTA ഇതെല്ലാം വീണ്ടും ഒന്നിക്കാൻ വേണ്ടി പോവുക. സെൻട്രലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, കേന്ദ്രീകൃത വിദ്യാഭ്യാസ സമ്പ്രദായം. ഈ പരീക്ഷ നടത്താൻ കഴിയാത്ത ഇവർ രാജ്യത്തെ എല്ലാ ഇത്തരം സംഘടനകളെ, പ്രത്യേകിച്ച് UGCയെ പോലുള്ള സംഘടനകളൊക്കെ ഒരുമിച്ചാക്കി, ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ ഒരുമിച്ചാക്കിയാൽ ദുരന്തമായിരിക്കില്ലേ? അപ്പോൾ ഇവരാണോ ഈ രാജ്യത്തെ